വെൽക്കം ടു റമദാൻ സീരീസ് ഡേ 1. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉമ്മ പത്തിരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാവരുടെ വീട്ടിലും മോസ്റ്റ്ലി ഈ ഒരു ഐറ്റം തന്നെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ജ്യൂസ് അടിക്കുക, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, അത് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ ഇതേ പൈനാപ്പിൾ ജ്യൂസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജ്യൂസ് സെറ്റായപ്പോൾ ഇനി നമുക്ക് ഒറ്റ പണിയുള്ളൂ, ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളത്. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഓരോ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പണി കഴിഞ്ഞു. ഇമ്മ ഇവിടെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. എനിക്കും റിച്ചുനും ഈ ഒരു ഉലുവക്കഞ്ഞി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഈ ഒരു സാധനം നോമ്പിനെ വീട്ടിലുണ്ടാക്കാറുള്ളൂ. നോമ്പ് കാലത്ത് മാത്രം കേട്ടോ നമുക്ക് ഈ ഒരു ഉലുവക്കഞ്ഞി കുടിക്കാനുള്ള പൂതി ഉണ്ടാവുക. ആപ്പ് പോയിട്ടപ്പോഴത്തേക്കും നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ജീരകക്കഞ്ഞി ഉണ്ടല്ലോ, അത് വാങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ പണികൾ ഒരുവിധം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് കൊടുക്കാനും നമുക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ടേബിളിലെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്യൂട്ടി. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കാരക്ക് വെച്ച് നോമ്പ് മുറിച്ചു. പിന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ മാത്രമല്ല, ഇമ്മമ്മയും ആപ്പയും മേമയും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആപ്പാര് രണ്ടുപേരും പള്ളിക്കൊന്ന് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ പത്തിരിയും ബീഫും കഴിച്ചു, ഒപ്പം ചായ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം.